ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ, നിങ്ങൾക്ക് ഈ ഒരു പെയിൻ അവർ തരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഈ ഒരു എനർജി നിങ്ങളിത് കണ്ട ശേഷം ലീവ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് അന്തരം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഏതൊക്കെയോ രീതിയിൽ ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലീജിയൻ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്യൂട്ടി ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് വെച്ചിട്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഏതൊക്കെയോ രീതിയിൽ അന്തരങ്ങളുള്ള വ്യക്തികൾ തന്നെയാണ്. ഇപ്പോൾ പുറമേ നിന്ന് ചിലവർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപാട് മിസ്മാച്ച് ഉള്ളതായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുമായിട്ട് വളരെ ഒരു ഫൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആ ഒരു സമയത്ത് മനസ്സുകൊണ്ട് വിചാരിക്കുക ഇനി ഇതിലേക്ക് തിരിച്ചു വരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് എൻഡായി, ഇനി ഇതിന് ഒരു റീകൺസിലേഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും കരുതിയിട്ടുണ്ടാവും ഇനി ഇതിന് ചിലപ്പോൾ ഒരു റീകൺസിലേഷന് പോസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ചിലപ്പോൾ അകന്ന് പോയിട്ടുണ്ടാവും. ആ ഒരു മൂവ് ഓൺ എനർജി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ തന്നെ കുറച്ച് പേര് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് 100% എഫേർട്ട് ഇട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഇനി ഇത് വയ്യ, ഇനി ഇത് തുടർന്നു കൊണ്ടുപോകാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പതിയെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി ഇവരെ വിട്ടുപോയി എന്നല്ല, പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ലവ് ഒക്കെ കൊടുത്ത് മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ വിഷമം മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബ്രേക്കപ്പ് തീർച്ചയായിട്ടും നിങ്ങളെ തളർത്തിക്കളയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഇല്ലാതെ പോയിട്ടുള്ളതല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കയ്യബദ്ധം എന്നൊക്കെ പറയുന്ന പോലെയല്ല. തീർച്ചയായിട്ടും ഇവർക്കറിയാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വീക്കാക്കി കളയും, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് തകർത്ത് കളയും എന്നുള്ളത് ഈ ഒരു പേഴ്സണ് 100% അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ളൊരു സെപ്പറേഷൻ വരാൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇറങ്ങിപ്പോക്ക് തന്നെയാണ്. പക്ഷേ കറൻറ്റ്ലി നമ്മൾ അവരുടെ ഒരു സ്റ്റേറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ഷൻ ആയിപ്പോയ, അല്ലെങ്കിൽ മുഴുവനായിട്ട് തകർന്നു പോയി, ഇനി ഒരിക്കലും ഒരു റീകൺസിലേഷൻ ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഒരു ബഡ്ഡിങ് സ്റ്റേജാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഒരു താല്പര്യമില്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കാം അവർ ഇവിടുന്ന് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് ആ ഒരു ബഡ്ഡിങ് നേച്ചർ എന്നൊക്കെ പറയുന്ന പോലെ അതിലേക്ക് വരാനുള്ളൊരു താല്പര്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് അത് വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർ മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാണോ സഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മറ്റേതോ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം, ഏതെങ്കിലും തരത്തിലൊരു വൻ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവർ വിശ്വസിച്ച് ആരെ കൂടെ കൂട്ടിയോ, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് അവർക്കൊരു വിശ്വാസവഞ്ചന നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടിരിക്കുകയാണെന്ന് പറയില്ലേ, ആ ഒരു തരത്തിലാണ് ഇവരെ കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് മാത്രമല്ല, ഏതൊക്കെയോ തരത്തിൽ ഇവർ ഇമോഷണലിയും ഒരുപാട് ഡൗൺ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഇവിടെ നമുക്ക് ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു 9 ഓഫ് സോൾസിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഉറക്കമില്ലാത്ത രാത്രികൾ, സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ പറയില്ലേ സമാധാനമായിട്ട് ഉണ്ണാനും ഉറങ്ങാനും സാധിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ആകെ ഒരു ചിലപ്പോൾ ഒരു പ്രഷർ കുക്കർ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലായിരിക്കാം അവരുടെ ഒരു മൈൻഡ് ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കാം. കാരണം അത്രത്തോളം ഒരു മെൻ്റൽ പ്രഷർ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഓർക്കാപ്പുറത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ളൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഷുവറാണ്. അത് ചിലപ്പോൾ അവർക്ക് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളായിരിക്കാം. അപ്പോൾ അവർ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഒന്ന് തകിടം മറിഞ്ഞിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു സമയത്ത് അവരെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയത്തെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ നിലനിൽപ്പൊക്കെ മാത്രമായിരിക്കാം അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒരുപാട് നാളത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ, അത്രത്തോളം ഒരു ഫാമിലി പോലെ കൊണ്ടു നടന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെയാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അവർ കൺസിഡർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും നാൾ സ്നേഹിച്ച വ്യക്തികളാണ് എന്നുള്ളൊരു പരിഗണന ചിലപ്പോൾ ഇവർ തന്നിട്ടുണ്ടാവില്ല. അതെല്ലാം മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കാര്യം വന്നപ്പോൾ അതൊക്കെ സൗകര്യപൂർവ്വം മറക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളിൽ നിന്നുള്ള ഒരു ഇറങ്ങിപ്പോക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരു നെക്സ്റ്റ് ലെവലാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അവർക്കുള്ളൊരു സെക്യൂരിറ്റി ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. പക്ഷേ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം അവരെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവരെ തീർച്ചയായിട്ടും തകിടം മറിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണ് ഇവരുടെ മൈൻഡിലുള്ളത്. ഒരു പക്ഷേ ഇവർക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ട്രോമ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ കാര്യമായിട്ട് വിശ്വസിച്ച വ്യക്തികളുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളാണ് ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ ഈ ഒരു സമയത്ത് അവർക്കൊരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട് നിങ്ങളെ ഉണ്ടാവുള്ളൂ. അവർ വിശ്വസിച്ചവർ ചിലപ്പോൾ അവരെ കൈവിട്ടിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളായിരുന്നെങ്കിൽ എന്തോരം ഒരു സപ്പോർട്ട് കിട്ടിയാനേ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അവരെ താങ്ങി നിർത്തിയാനേ എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ഇവർ റെഡിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ അവർക്ക് കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളൊരു തോട്ട് ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് ഞാൻ ഇനി തിരുത്താൻ തയ്യാറാണ്, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പൂർവാധികം ശക്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുള്ളൊരു എനർജി തന്നെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഏത് രീതിയിൽ സമീപിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു പുതിയ അപ്രോച്ചായിട്ട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ചിലപ്പോൾ ഫൈറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കാം. നിങ്ങൾ അത്രത്തോളം വേദനിക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും ചിലപ്പോൾ ഒരു മുഖം തരാതെ പോയതായിരിക്കാം. അപ്പോൾ ഇനി വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളിനി അവർ ഓടിച്ചു വിടുമോ എന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ മുൻപിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു പേഴ്സൻ്റെ അഡ്വൈസ് കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവരെപ്പോഴും ഇവരുടെ ഫീലിങ്സിനാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്താണോ അവർക്ക് ഒരു ബെറ്റർ എന്ന് തോന്നുന്നത് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു വ്യക്തികളായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം കൂടെ നിൽക്കുന്നവരുടെ ഇമോഷൻസിനേക്കാളും കൂടുതലായിട്ട് അവരുടെ ഒരു നിലനിൽപ്പ് തന്നെയാണ് ഇവരുടെ ഒരു പ്രൈം ഫാക്ടർ. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ ഒക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. അത്രത്തോളം ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ചിലപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ജോബ് വൈസ് ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഉയർന്നൊരു പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിലുള്ള വിലയും നിലയൊന്നും കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പാരൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. പ്രത്യേകിച്ച് അവരുടെ അമ്മയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം.
അപ്പോൾ അവരുടെ ആ ഒരു കുടുംബം എന്നുള്ളൊരു ഫാക്ടറിൽ തന്നെയാണ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു രക്തബന്ധമുള്ള വ്യക്തികൾ. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും അവരൊരു പ്രധാന തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെയും കൂടി ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവരുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും അവർ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇവർ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ജസ്റ്റിസ് കാർഡ് പോലെ നിങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് ശരിയായിട്ടില്ല എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതിനുള്ളൊരു കർമ്മയാണോ ഈ തിരിച്ചടിയായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങളിൽ നിന്ന് പോകുന്നൊരു സമയത്ത് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചടി വരും എന്നുള്ളത് അവർ കരുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഒരു ശാപം കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കർമ്മയാണോ എന്നൊക്കെയുള്ളൊരു ഭയം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ജസ്റ്റിസ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങളും കൂടി ഒരു ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം, ആ ഒരു അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഇതെല്ലാം മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു വ്യക്തികളിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഇവർ സോറി പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചിലർക്ക് ഇതുവരെ ഒരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടാവില്ല, കാരണം ഈ ഒരു പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരികയാണ് ആ ഒരു സമയത്തിനുള്ളിലെങ്കിൽ അവർക്കത് അത്രയും നന്നായി. അപ്പോൾ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലവരുടെ വ്യക്തികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവാം, ചിലർക്ക് കോണ്ടാക്റ്റ് കിട്ടാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ 100% ജെന്യുവിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അവർക്കൊരു ഫോക്കസ് കിട്ടാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു നല്ലത് വരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചവിട്ടിത്താത്താൻ ചിലപ്പോൾ അവർക്കൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ 100% നല്ലതാണ് എന്നുള്ളതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു മനമാറ്റം അവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ മുൻപിൽ ആ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളായതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ കൊണ്ടു നടക്കുന്ന വ്യക്തിയാക്കി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടിയും കാര്യങ്ങളൊന്നും അവർ പുറമെ അറിയിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചതായിട്ട് ഭാവിക്കുന്നുണ്ടാവില്ല. നോർമൽ ലൈഫിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഫ്രണ്ട്സ് മുഖേനയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊന്നും, യഥാർത്ഥ എക്സാക്റ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. പുറമേ അവർ ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ആയിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് സെജിറ്റേറിയസ് സോഡിയക് സൈൻ ആണ്. അതുപോലെ തന്നെ നമ്പർ 29, ജാനുവരി മന്ത്, ലെറ്റർ കെ, letter J, number 3, March month, number 23, letter H, number 21, number 10, number 1, letter S, number 9, Idukki, Kottayam, February month, number 15, letter A, May month, number 7, Taurus zodiac sign, letter N, letter E, Libra zodiac sign, Gemini zodiac sign, Kannur district, September month, Alappuzha, letter C, Kasaragod, and last letter F. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.